അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ AFA എന്തുകൊണ്ട് കാൻസാസ് സിറ്റി തിരഞ്ഞെടുത്തു? 2026 അതായത് ഇക്കൊല്ലം ജൂൺ ജൂലൈയിൽ അമേരിക്കയിലും അതുപോലെ തന്നെ മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിൽ അർജന്റീനിയൻ ടീം വലിയ പ്രതീക്ഷയായിട്ടാണ് പോകുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അപ്പോൾ അർജന്റീനിയൻ ടീം ആ ഒരു മൊത്ത ക്യാമ്പ് ആ ഒരു വേൾഡ് കപ്പിൽ മൊത്തം ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം കാൻസാസ് സിറ്റിയാണ്. എന്തുകൊണ്ട് കാൻസാസ് സിറ്റി എന്ന സ്ഥലം അവർ തിരഞ്ഞെടുത്തു എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തത്, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ എല്ലാ കാര്യവും മനസ്സിലാക്കുള്ളൂ. അത് മാത്രമല്ല, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, മറ്റ് അർജന്റീനിയൻ ഫാൻസിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ലയണൽ സ്കലോണിയുടെ അർജന്റീനിയൻ ടീം വളരെ ശക്തരാണ്, അതിലൊരു സംശയവും ആർക്കുമില്ല. 2022 വേൾഡ് കപ്പ് നേടിയതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയാൻ കാരണം, അവർ കളിച്ചിട്ടുള്ള എല്ലാ ടൂർണമെന്റിലും അവർ കപ്പടിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ ശക്തമായ ഒരു സ്ക്വാഡ് അവർക്കുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ സ്ക്വാഡ് ഒരു ആവറേജ് സ്ക്വാഡാണ്. എന്നാൽ ആ സ്ക്വാഡ് വെച്ചിട്ട് അവർ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് സ്കലോണിയുടെ കീഴിൽ. അപ്പോൾ 2022 വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കി. ആ ഒരു വേൾഡ് കപ്പിന് ശേഷം ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ ഒരു 3.5-4 വർഷത്തിനിടയിൽ ലയണൽ സ്കലോണി ടീമിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സീനിയർ താരങ്ങളെ ആശ്രയിക്കാതെ കളിക്കുന്ന ഒരു ടീമാക്കി അർജന്റീന ടീമിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ലയണൽ മെസ്സി ഇല്ലാതെ പോലും ഏത് വമ്പൻ ടീമിനെ പരാജയപ്പെടുത്തുന്ന ലെവലിലേക്ക് അർജന്റീന ടീം മാറിയിട്ടുണ്ട്. അപ്പോൾ അർജന്റീന ടീം 2026 ഇക്കൊല്ലം ജൂൺ ജൂലൈയിൽ 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിൽ അമേരിക്കയിലാണ് അവരുടെ ഭൂരിഭാഗം മത്സരങ്ങളും വരുന്നത്. നോക്കൌട്ട് സ്റ്റേജ് മാച്ചസും എല്ലാം വെളിയിൽ, അതായത് അമേരിക്കയ്ക്ക് പുറത്തുള്ള കാനഡയിലോ മെക്സിക്കോയിലോ വന്നാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് എല്ലാം അമേരിക്കയിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ ബേസ് ക്യാമ്പ്, അതായത് ഈ ഒരു ടൂർണമെന്റിലുടനീളം ഭൂരിഭാഗം സമയങ്ങളിലും അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാൻസാസ് സിറ്റി എന്നൊരു സ്ഥലമാണ്. ഇത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം അവർ ചൂസ് ചെയ്തത് എന്ന് ആദ്യമേ നോക്കാം. കാൻസാസ് സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഒരു സെന്റർ ഓഫ് ദ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സെന്ററിൽ അല്ലെങ്കിൽ പോലും കുറച്ച് മാറിയിട്ടാണെങ്കിലും അത് ഒരു സെന്ററിലായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബീച്ച് സൈഡൊന്നും അല്ല ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ അമേരിക്കയിലെ ആ ഒരു ഭൂഘടന പഠിക്കാനായിട്ട് അർജന്റീനയിൽ പ്രതിനിധികൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലായിടത്തും നോക്കിയത് വെച്ചിട്ട് അവർക്ക് നിൽക്കാനായിട്ട് കുറേ ഓപ്ഷൻസ് അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുമല്ലോ, അതായത് ഫിഫ കൊടുത്തിരിക്കും, കുറേ സിറ്റീസ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ കാൻസാസ് സിറ്റിയിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് വെതറാണ്. വെതർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വെതറാണ്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മഴ, കാറ്റ് അങ്ങനത്തെ സംഭവമല്ല. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വെതറാണ്. ആ ഒരു വെതർ ആ ഒരു സ്ഥലത്ത് ഒരു വർഷം മുഴുവൻ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വെതറുള്ളൊരു സ്ഥലമാണ്. അതും ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ആ ഒരു സ്ഥലത്തുള്ളത്. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം, കാൻസാസ് സിറ്റിയിൽ നിന്ന് അടുത്ത മത്സരങ്ങൾ, അതായത് ഒരു മാച്ച് കാൻസാസ് സിറ്റിയിലാണ് നടക്കുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ, അടുത്ത 2 മാച്ച് കാൻസാസ് സിറ്റിയിൽ നിന്ന് 800 കിലോമീറ്ററോളം മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ സിറ്റി ടു സിറ്റി ട്രാവലിങ്ങിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കാൻസാസ് സിറ്റി എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യത്തെ റീസൺ കാലാവസ്ഥയാണ്, രണ്ടാമത്തെ റീസൺ ഈ ഒരു സിറ്റി ടു സിറ്റി ട്രാവലിങ്ങിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. മൂന്നാമത്തത്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ വളരെ ടോപ്പ് ക്ലാസ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. ടീമിനെ സംബന്ധിച്ച് ടീമിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും വളരെ ടോപ്പ് ക്ലാസ്സിൽ വളരെ ക്ലീൻ ആയിട്ട് അവിടെ ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. പിന്നെ ടീമിന് ഉള്ള ആ ഒരു സൗകര്യം അറിയാലോ, അതായത് ഒരു ലക്ഷറി ടീമാണ് അർജന്റീന. എന്നല്ല, വേൾഡ് കപ്പിൽ പോകുന്ന ഭൂരിഭാഗം ടീമും വലിയ ടീമുകളെല്ലാം വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ടീമുകളാണ്. അവിടുത്തെ താരങ്ങൾ വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കാൻസാസ് സിറ്റി. അവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ആയാലും എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. അപ്പോൾ ആ ഒരു സ്ഥലം അതുകൊണ്ടാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഇനി ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസിനെ കുറിച്ച് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. MLS ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റി എന്ന ടീമിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടാണ് ഈ ഒരു അർജന്റീന നാഷണൽ ടീം അവരുടെ ഒരു വേൾഡ് കപ്പിലെ ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസ് എല്ലാം അവിടെ ആയിരിക്കും അവർ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പേര് എനിക്ക് പറയണമെന്നുണ്ട്, ഒരു വലിയ അണ്ടാളം പേരാണ്, അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. ഇത് സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റിയുടെ ട്രെയിനിങ് ഗ്രൗണ്ട്, അത്രയും മതി. ജൂൺ 16 അൾജീരിയക്കെതിരെ നടക്കുന്ന അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യത്തെ മാച്ച് കാൻസാസ് സിറ്റിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ക്യാമ്പ് ഇട്ട് കഴിഞ്ഞാൽ
അർജന്റീന നാഷണൽ ടീമിന്റെ ബേസ് ക്യാമ്പ് അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ മാച്ചിന് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കളിച്ചാൽ മതി. അപ്പൊ അതാണ് ആദ്യമേ തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ജൂൺ 22-ന് രണ്ടാമത്തെ മത്സരം ആസ്ട്രിയക്കെതിരെയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ച് ജൂൺ 27-ന് ജോർദാനെതിരെയാണ്. അപ്പൊ ഈ മാച്ചസ് എല്ലാം നടക്കുന്നത്, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യത്തെ മാച്ച് കാൻസർ സിറ്റിയിലാണ്, രണ്ടാമത്തെ മാച്ച് ഡാലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ കാൻസർ സിറ്റിയും ഡാലോസ് എന്ന ഈ ഒരു സ്ഥലത്തേക്ക് 800 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിന് ട്രാവൽ ചെയ്യാൻ സിറ്റി ടു സിറ്റി ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മാച്ചസിനും വലിയ രീതിയിലുള്ള ട്രാവലിംഗ് വരുന്നില്ല. അതുകൊണ്ടാണ് കാൻസർ സിറ്റി എന്ന സ്ഥലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നോക്കൗട്ട് മത്സരങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് കണക്കിലെടുത്തിട്ടായിരിക്കും അവിടെ നിന്ന് മാറണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് എല്ലാം കാൻസർ സിറ്റി എന്ന സ്ഥലത്തായിരിക്കും അർജന്റീനൻ ടീം കാണുക. അപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFA കാൻസർ സിറ്റി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്കൊരു റീക്യാപ്പ് പോലെ നോക്കാം ഈസി ആയിട്ട്. അതായത് വെതർ, ഒന്നാമത് അവിടുത്തെ കാലാവസ്ഥ വളരെ സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യത്തെ മാച്ച് അവിടെ തന്നെയാണ് നടക്കുന്നത്. രണ്ടാമത്തെ മാച്ചും മൂന്നാമത്തെ മാച്ചും വെറും 800 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നടക്കുന്നത്, ഈസിയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റിയാണ്. ടോപ്പ് ക്ലാസ് ഹൈ ക്ലാസ് ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അതും അവരെ സംബന്ധിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. നാലാമത്തേത് ആ ടീമിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും എന്നത് അവരുടെ ആ ഒരു മാനേജ്മെന്റ് പോയി ചെക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ. സിറ്റി ടു സിറ്റി ട്രാവലിങ്ങിനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാരണങ്ങളാണ് കാൻസർ സിറ്റി എന്ന സ്ഥലത്ത് അർജന്റീനൻ ഫുട്ബോൾ ടീം വരുന്ന വേൾഡ് കപ്പിൽ ആ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസ് അവിടെ ക്യാമ്പ് ചെയ്യും. അതിനുള്ള കാരണം ഈ ഒരു കാരണങ്ങളാണ്. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ എത്ര പേര് ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടേക്ക്, ചുമ്മാ അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോയെ കുറിച്ചുള്ള ഒപ്പീനിയൻ എല്ലാം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.